അപ്പോൾ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഹിജാബിന് ശേഷം മറ്റൊരു അന്വേഷണത്തിന് കൂടി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അതായത് ദേശഭക്തി ഗാനം പാടിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെതിരെയാണ് അന്വേഷണം. അതേസമയം സ്കൂളും നിയമ നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ നിയമവശങ്ങൾ, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. അപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിലെ ഗണഗീത വിവാദത്തെ സംബന്ധിച്ച് ആദ്യം തന്നെ എനിക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയോടാണ് ഒരു കാര്യം പറയാനുള്ളത്. അതായത് താങ്കൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കോയമാരെ സന്തോഷിപ്പിക്കാനുണ്ടെങ്കിൽ മീശ പിടിച്ച് താടി മാത്രം വെച്ചുകൊണ്ട് സന്തോഷിപ്പിക്കാം. ഇനി അവരെ സുഖിപ്പിക്കുകയാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ താടിയും മീശയും വടിച്ചുകൊണ്ട് സുഖിപ്പിക്കാം. അല്ലാതെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലയാളത്തിലുള്ള, അതും യാതൊരു വർഗീയതയും കലരാത്ത, യാതൊരു രാജ്യവിരുദ്ധതയും ഉൾപ്പെടാത്ത ഒരു ദേശഭക്തി ഗാനം പാടിയ രാജ്യസ്നേഹികളായ കുട്ടികളുടെ മേൽ കുതിര കയറുകയല്ല വേണ്ടത് എന്നുള്ളതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗാനം ആലപിച്ച കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെതിരെ വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളത്. അതായത് പരമപവിത്രമിതാമ്യ മണ്ണിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കുട്ടികൾ ആലപിച്ചത്. ആ പാട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള വർഗീയതയുള്ളതായിട്ടോ ദേശവിരുദ്ധതയുള്ളതായിട്ടോ കണ്ടെത്താൻ ഒരു മനുഷ്യനും സാധിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. മാത്രമല്ല, കുട്ടികളോ സ്കൂളോ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമല്ല ഈ ഗാനം പാടിയത് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു ചാനൽ റിപ്പോർട്ടർ ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ ആദ്യം വന്ദേമാതരം പാടി. അപ്പോൾ റിപ്പോർട്ടർ വീണ്ടും ഒരു മലയാള ഗാനം ആലപിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കുട്ടികൾ സ്വന്തമായിട്ട് അവർക്ക് ആ സമയത്ത് തോന്നിയ ഒരു സന്ദർഭോചിതമായിട്ടുള്ള ഗാനം പാടി എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നാൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം പോലും 2 വർഷങ്ങൾക്ക് മുൻപ് വരെ ആചരിക്കാതിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ശരീഅത്ത് നിയമം നടപ്പിലാക്കി ഭാരതത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കണം എന്നാഗ്രഹിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്കുമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ചൊടിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണം അന്വേഷിക്കുമ്പോൾ ഒരേ ഒരു കാരണം മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അതായത് ഈ ഗാനം കൂടുതലും പാടുന്നത് RSS പ്രവർത്തകരാണ്. പക്ഷേ RSS പാടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ദേശഭക്തി ഗാനം മറ്റുള്ളവർ പാടാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ലല്ലോ. ഇനി ഈ ഗണഗീതം എന്ന് പറഞ്ഞാണ് ഈ ഗാനത്തെയും ഈ ഗാനം പാടിയ കുട്ടികളെയും ആ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെയും അധിക്ഷേപിക്കുന്നത്. എന്നാൽ ഗണഗീതം എന്ന വാക്കും RSSന്റെ കുത്തകയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗണഗീതം എന്ന് പറഞ്ഞാൽ സംഘഗാനം എന്ന് മാത്രമാണ് അർത്ഥം വരുന്നത്. ഇനി ഈ ഗാനത്തിൽ ഭാരതാംബ എന്നുള്ള ഒരു വാക്കാണ് ഇവരെ ചൊടിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി പ്രകാശനം ചെയ്ത സ്റ്റാമ്പിലും നാണയത്തിലും ഈ ഭാരതാംബയെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ കുട്ടികൾ ഭാരതാംബയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനം പാടിയതിൽ എന്താണ് തെറ്റ്? ഇനി നിയമപരമായിട്ടുള്ള വശത്തിലേക്ക് കടക്കുമ്പോൾ കേന്ദ്ര മന്ത്രാലയത്തിൽപ്പെട്ട റെയിൽവേ മന്ത്രാലയത്തിന്റെ ഒരു ചടങ്ങില് ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് എത്തിയ ഈ കുരുന്നുകള് ദേശഭക്തി ഗാനമല്ലാതെ മറ്റെന്ത് ഗാനമാണ് ആലപിക്കേണ്ടിയിരുന്നത്? ഇനി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായിട്ടുള്ള വേടൻ എഴുതിയ ഏതെങ്കിലും പാട്ട് ആലപിച്ചിരുന്നെങ്കിൽ ഈ ശിവൻകുട്ടിക്ക് സന്തോഷമാകുമായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കാനുള്ളത്. ഇതുപോലെ ഒരു മതപ്രീണനം നടത്താനുള്ള ശ്രമം ശിവൻകുട്ടി ഹിജാബ് വിഷയത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും വർഗീയത മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശിവൻകുട്ടിയുടെ കോടതിയെ ലക്ഷ്യമായിരുന്നു എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വിവാദമുണ്ടാക്കിയ കുട്ടിയുടെ പിതാവ് കേസിൽ നിന്ന് പിന്മാറിയതോടെ ശിവൻകുട്ടി രക്ഷപ്പെടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഇപ്പോ സാഹചര്യം. അതായത് സംസ്ഥാന സർക്കാരിന് കൈകടത്താൻ യാതൊരു അധികാരവും ഇല്ലാത്ത CBSE സിലബസ് പിന്തുടരുന്ന ഒരു സ്വകാര്യ സ്ഥാപനമാണ് സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ എന്നുള്ളത്. എന്നിട്ടും ശിവൻകുട്ടി സ്കൂളിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അത് ചില പ്രത്യേക വർഗീയവാദികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ശിവൻകുട്ടി ഇപ്പോ അംഗം പ്രഖ്യാപിച്ചിരിക്കുന്നത് സരസ്വതി വിദ്യാനികേതൻ എന്ന സ്കൂളിനോടാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സരസ്വതി വിദ്യാനികേതൻ സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന്. അങ്ങനെ നിയമപരമായിട്ട് ഈ വിഷയം കോടതിയിൽ എത്തിയാൽ സെന്റ് റീത്ത സ്കൂൾ വിഷയത്തിൽ ഹൈക്കോടതി ചോദിച്ച അതേ ചോദ്യം തന്നെ ശിവൻകുട്ടിയോടും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനോടും ഹൈക്കോടതി വീണ്ടും ചോദിക്കും. അതായത് CBSE സിലബസ് പിന്തുടരുന്ന ഒരു സ്വകാര്യ സ്കൂളിനോട് വിദ്യാഭ്യാസ ഡയറക്ടറെ കൊണ്ട് വിശദീകരണം ചോദിപ്പിക്കാൻ, അതുപോലെ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടാൻ സംസ്ഥാന സർക്കാരിന് എന്ത് അവകാശമാണ് ഉള്ളത് എന്ന് ഉറപ്പായിട്ടും ചോദിക്കും. ഇനി സരസ്വതി വിദ്യാനികേതൻ ആര് നടത്തുന്ന സ്കൂളാണ് എന്ന് അറിയാവുന്നവർക്കെല്ലാം ഉറപ്പുണ്ട് നിയമ പോരാട്ടത്തിൽ അന്തിമ വിധി കിട്ടിയിട്ട് മാത്രമേ അവർ പിന്മാറൂ എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് കണക്കിലെടുക്കേണ്ടത്
ഈ സംഭവം നടന്നത് റെയിൽവേ വകുപ്പ് നടത്തിയ ഒരു ചടങ്ങിലായതുകൊണ്ട് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് റെയിൽവേ മന്ത്രാലയം തന്നെയാണ്. മാത്രമല്ല അതിന്റെ മുകളിലുള്ള കേന്ദ്ര സർക്കാർ മാത്രമാണ് എന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ റെയിൽവേ മന്ത്രാലയം ഇവരുടെ പാട്ട് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, വളരെ സന്തോഷത്തോടു കൂടി ഒരു ദേശഭക്തി ഗാനം ആലപിച്ച കുട്ടികളുടെ മാനസിക വീര്യം കെടുത്തിയ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു ദേശഭക്തി ഗാനം ആലപിച്ച സ്കൂളിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട ശിവൻകുട്ടിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിനും കേസെടുക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് രാജ്യസ്നേഹികളായ ഒത്തിരി പേര് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ വർഗീയവാദികൾക്ക് വേണ്ടിയുള്ള പ്രീണന നയങ്ങൾ കാരണം അസ്വസ്ഥരാണ് എന്നുള്ളത് കേന്ദ്രം കണക്കിലെടുക്കണം. മാത്രമല്ല അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാനുള്ളത്, ഇതുപോലെ ഒരു സംഘടനയുടെ പ്രകടനത്തില് അച്ഛന്റെ തോളിലിരുന്ന് ഒരു പിഞ്ചുകുട്ടി അരിയും മലരും കുന്തിരിക്കവും എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചപ്പോ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സർക്കാരിന്റെ ഓരോ പ്രീണന നടപടികളിലൂടെയും രാജ്യസ്നേഹികളായ ഓരോ പൗരന്മാരും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണ്. ഇനിയുള്ള നിങ്ങളുടെ ഇത്തരത്തിലുള്ള കളികള് അത് തീക്കളിയായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതിയെ കൂടി നമ്മൾ മറക്കാൻ പാടില്ല കേട്ടോ. കാരണം വാർത്ത അവതരിപ്പിക്കുമ്പോൾ അമർഷം കാരണം ഇന്ന് സ്മൃതി ചോദിച്ചത്, ഇങ്ങനെ കുട്ടികൾ ഒരുമിച്ച് ഈ ഗാനം പാടണം എന്നുണ്ടെങ്കിൽ അത് എന്നും അവരെ കൊണ്ട് സ്കൂളിൽ പാടിക്കുന്നത് കൊണ്ടായിരിക്കില്ലേ എന്നാണ്. അപ്പോൾ എനിക്ക് സ്മൃതിയോട് ചോദിക്കാനുള്ളത്, ഇനി സ്കൂളിൽ ഡെയിലി ഈ ഗാനം പാടിപ്പിച്ചാൽ എന്താ കുഴപ്പം എന്ന് മാത്രമാണ്.